ഇനിയിപ്പോൾ ആകെ പ്രതീക്ഷ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നിട്ടുണ്ട്. അവിടെ വി.ഡി. സതീശന്റെ സർക്കാർ ഇത്തരത്തിലുള്ള ഈ വിഷം മാത്രം വഹിച്ചുകൊണ്ട് ഈ മനുഷ്യ മനസ്സുകളിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഇത്തരം ആളുകളെയൊക്കെ നിലയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ അത് വലിയ കാര്യം. പിന്നെ കൂടാതെ ഭരണഘടന പഠിക്കട്ടെ, മനുസ്മൃതി അല്ല എന്നുള്ളത്, ഈ നാട് കൊണ്ടു നടക്കുന്ന മനുസ്മൃതി അല്ല എന്നുള്ളത് ഇത്തരം ആളുകളൊന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് ഇത്തരം ആളുകളെ, ഈ ശശികല ടീച്ചറെ പോലുള്ള ആൾക്കാരെ ഒന്ന് ഒതുക്കി നിർത്തിയാൽ ബി.ജെ.പിക്കും വേണമെങ്കിൽ ഭരണം പിടിക്കാം. നമുക്ക് ആര് ഭരിച്ചാലും നമ്മൾ പണിക്ക് പോകണമെന്നല്ല നമുക്ക് അന്നാ പറ്റില്ല. പക്ഷെ മറിച്ച് ഇത്തരത്തിൽ വർഗീയത ഉള്ള ആൾക്കാർ, വർഗീയത മാത്രം കൊണ്ടുനടക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ കഷ്ടമാവും അത്. ആദ്യം എടുക്കാൻ പോകുന്ന തീരുമാനവും അത് തന്നെയാണ് എന്നുള്ളതാണ്. വി.ഡി. സതീശൻ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. വിഷവിത്തുക്കളെ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല. ഈ വിഷകലയെ മുൻപ് 10 കൊല്ലം മുൻപ് വി.ഡി. സതീശൻ മുട്ടുപിറപ്പിച്ച ഒരു വീഡിയോ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അതിനു മുന്നേ വി.ഡി. സതീശൻ തന്നെ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്, ആര് ഭരിച്ചാലും കുഴപ്പമില്ല, നമ്മൾ പണിക്ക് പോയാലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. അങ്ങനെ ആര് ഭരിച്ചാലും കുഴപ്പമില്ല എന്ന വാക്ക് തന്നെ വിട്ടിത്തരാണെന്നുള്ളതാണ്. കാരണം ബി.ജെ.പി. ഭരിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോ അവര് ഇവിടെ ഭരിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം, പക്ഷെ പണിക്ക് പോയി കിട്ടുന്ന കൂലി കൊണ്ട് വാഹനം ഓടിക്കണമെങ്കിൽ പെട്രോൾ അടിക്കണം, ഗ്യാസ് വേണം, വീട്ടിലെന്തെങ്കിലും പുകയാണെങ്കിൽ, എല്ലാത്തിനും കൂടെ തികയും എന്റെ പൊന്നു ചേട്ടായി. അപ്പൊ അതും കൂടി ആലോചിക്കണം. നല്ലതാണ്. എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല എന്ന് പറയുന്നത് തന്നെ വലിയ വിട്ടിത്തരാന്നുള്ളതായി. നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയം വേണം, വ്യക്തമായ രാഷ്ട്രീയം വേണം. ആര് ഭരിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോഴാണ് എന്താ സംഭവം ചോദിച്ചിട്ട് വരിക. അത് മനസ്സിലാക്കണം. ആരാണ് ഭരിക്കുന്നതെന്നും ആരൊക്കെയാണ് ഇന്ന മന്ത്രിമാര് എന്ന് വ്യക്തമായ ധാരണ നമുക്ക് എല്ലാവർക്കും വേണം. അതാണ് ജനാധിപത്യ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം. അതാദ്യം മനസ്സിലാക്കുക. ഇനി വി.ഡി. സതീശൻ കൊടുത്ത മറുപടി കാണാം. അതൊന്നും വെച്ചു പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല. അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിന്, മതേതര നിലപാടിന് ഒരു കോംപ്രമൈസും ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പിന്നെയാണ് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോണ. ഒരു കോംപ്രമൈസും ഇല്ല. കേരളത്തെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. വരാനിരിക്കുന്ന തലമുറകൾ സൗഹാർദ്ദത്തോടു കൂടി, നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു കേരളം, അത് തകർക്കാൻ ഒരു ശക്തിയെ സമ്മതിക്കില്ല. എന്തു വില കൊടുത്ത് അതിനെ എതിർക്കും. മുസ്ലിം ലീഗിനെ ചേർത്ത് വെച്ചുകൊണ്ട് ബി.ജെ.പി. രാജീവ് ചന്ദ്രശേഖരൊക്കെ അടിച്ചിറക്കിയ കുറച്ച് വൃത്തികേടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വർഗീയ പരാമർശങ്ങളല്ല എന്നൊരിക്കലും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള കുറെ കൂതറ സ്വഭാവം അവർ കാണിച്ചു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് UDFന്റെ ഒരു ഭാഗമാണ്. അവരുടെ 10-22 MLA-മാരും കൂടി ചേരുന്നതാണ് അവരുടെ മന്ത്രിസഭ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവർ ഭരണം പിടിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മുസ്ലിം ലീഗിന് തീരുമാനങ്ങൾ എടുക്കാൻ എന്താ കഴിയില്ലേ? UDF പാർട്ടിയിൽ അവർക്കൊന്നും മിണ്ടാൻ കഴിയില്ലേ? അവർ മിണ്ടും, അവർ തീരുമാനങ്ങൾ എടുക്കും. തോറ്റു തുന്നം പാടിയിരിക്കുന്ന നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? ഇനി ഒരു 10 വർഷം പിന്നിലോട്ട് നമുക്കൊന്ന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ശശികല മേഡം, അവരെയൊക്കെ അടക്കിയിരുത്താൻ വി.ഡി. സതീശൻ തുടങ്ങാണ് ഒരു കളി. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം, ഒരു ഓർമ്മ പുതുക്കലാണ്. ക്ഷേത്രസ്വത്ത് സർക്കാർ കൊള്ളയടിച്ചതായി താൻ പ്രസംഗിച്ചുവെന്ന് തെളിയിക്കാനായിരുന്നു വി.ഡി. സതീശനോടുള്ള ശശികല ടീച്ചറുടെ വെല്ലുവിളി. ഞാൻ വെല്ലുവിളിക്കുന്നു, സർക്കാർ നേരിട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുള്ള CD 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടർ ചാനലിലൂടെ കാണിക്കാൻ ഞാൻ വി.ഡി. സതീശൻ സാറിനെ വെല്ലുവിളിക്കുന്നു. ഞാനത് ഏറ്റെടുക്കുന്നു, വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പിന്നീട് കണ്ടത് ചരിത്രം എന്നുള്ളതാ. അന്ന് വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ്, നമുക്കൊന്ന് ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അന്നേ വി.ഡി. സതീശൻ ഇത്തരത്തിൽ സംസാരിക്കുന്ന ആളുകൾക്ക് പണി കൊടുക്കാൻ മിടുക്കനായിരുന്നു. ഒന്ന് കണ്ടോക്കിയേ. ഇന്നലെ റിപ്പോർട്ടർ TV ചാനലിൽ നടന്ന ചർച്ചയിൽ കേരളത്തിലെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ ഖജനാവിലേക്കാണ് പോകുന്നതെന്നും ഇത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള സംഘപരിവാർ ശക്തികൾ കുറെ നാളുകളായി കേരളത്തിൽ എല്ലായിടത്തും നടത്തുന്ന പ്രചരണത്തിന്റെ കള്ളത്തരം പൊളിക്കാൻ ധാരാളം തെളിവുകൾ നിയമസഭയിൽ നടത്തിയ സബ്മിഷന്റെ മറുപടിയായി നമ്മുടെ ദേവസ്വം മന്ത്രി CVS ശിവകുമാർ നടത്തിയ പ്രസ്താവനയുടെ വിശദഭാഗങ്ങൾ ഞാൻ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ സമയത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും അങ്ങനെ ഒരു പ്രസംഗം തങ്ങളാരും നടത്തിയിട്ടില്ലെന്നും താൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം അതിന്റെ ഓഡിയോ ടേപ്പ് ഹാജരാക്കാൻ എന്നെ വെല്ലുവിളിക്കുകയുണ്ടായി ശ്രീമതി ശശികല ടീച്ചർ. ഞാൻ ആ വെല്ലുവിളി ചർച്ചയിൽ തന്നെ ഏറ്റെടുക്കുകയും ഇന്നിപ്പോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റിനോടൊപ്പം ശശികല ടീച്ചർ ചാലക്കുടിയിൽ നടത്തിയ വിവാദപരമായ പ്രസംഗത്തിന്റെ ഓഡിയോ ടേപ്പ് ഇവിടെ ഇതോടുകൂടി പോസ്റ്റ് ചെയ്യുകയാണ്. ഇനി കഴിഞ്ഞില്ല ഈ പട്ടിണിക്ക് നമുക്ക് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കണം. എങ്ങനെ ഹിന്ദുവിന് പട്ടിണി വരുന്നു? ഹിന്ദുവിന് പണമില്ലേ? പണമുണ്ട്. ഗുരുവായൂര്, ശബരിമല, വൈക്കം, ഏറ്റുമാനൂര് പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ
നടക്കുന്നത്. പാവപ്പെട്ട ഞാനും നിങ്ങളും നമുക്ക് കൂട്ടായി ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന ചിന്തയില് കണ്ണീരിൽ കുതിർന്ന നാണയത്തുട്ടുകൾ കൊണ്ടുപോയി ഭണ്ഡാരത്തിലിട്ട് കോടികൾ അവിടെ വരുത്തുന്നുണ്ട്. ഗുരുവായൂരെ ഒരു മാസത്തെ നടവരവ് രൂപ മാത്രം ഒന്നിച്ചില്ലാനും കോടിയാണ്. എവിടെ പോകുന്നു ഈ പണം എന്ന് ഈ നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് എപ്പോഴെങ്കിലും ചോദിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അങ്ങാടിയിൽ ഇരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരുമായിരുന്നില്ല. നിങ്ങൾ ഞാനും അതിൽ കുറ്റവാളിയാണ്. എവിടെ പോകുന്നു ഈ പണം അന്വേഷിച്ചിട്ടുണ്ടോ? ഇടാൻ മാത്രമല്ല നമുക്ക് ബാധ്യതയുള്ളൂ. മാസാവസാനം ഭണ്ഡാരം പൊളിക്കുമ്പോ ഭഗവാൻ കൃഷ്ണൻ മഞ്ഞപ്പട്ട് വിരിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടോളൂ പറഞ്ഞു കൊണ്ടോണ്ടോ? അതാണോ ഹിന്ദുവിന്റെ ചിന്ത? അവിടെ കുമിഞ്ഞുകൂടുന്ന കോടികളും സ്വർണവും വെള്ളിയും ഏതിലെ പോകുന്നു? ഗുരുവായൂര് ഒരു മണ്ഡലകാല, ശബരിമലയിൽ ഒരു മണ്ഡല സീസൺ കഴിഞ്ഞാൽ നേരിട്ട് സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നത് 3000 കോടി രൂപയാണ്. ഹിന്ദുവിന്റെ അമ്പലങ്ങൾ അത്രയും പിഴിഞ്ഞെടുത്ത് ഹിന്ദുവിനെ പട്ടിണിയിലേക്ക് തള്ളിയിട്ട് കന്യാസ്ത്രീകളുടെ ഇരയാക്കി മാറ്റുമ്പോ ഇതുവരെ പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു എങ്കിൽ നമുക്ക് വഴിയെടുക്കേണ്ടി വരുമായിരുന്നില്ല. ഇനി എടുത്തേ പറ്റൂ, കാരണം പിടിവിട്ടുപോയി. തീർച്ചയായിട്ടും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചരണം ഇത് ഒരു സത്യാവസ്ഥയും ഇല്ലാത്ത ഒന്നാണെന്നും വാസ്തവവിരുദ്ധമായ ഒന്നാണെന്നും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ തങ്ങൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല എന്നുള്ള വാദമുഖം കൂടി, ശശികല ടീച്ചറുടെ വാദമുഖം കൂടി ഈ ഓഡിയോ ടേപ്പോടുകൂടി പൊളിയുകയാണ്. 10 വർഷം മുമ്പ് പൊളിച്ചടക്കിയ ഒരു വീഡിയോ ആണിത് കേട്ടോ. എന്നാൽ ഇന്നും ചില സംഘികൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണെന്നുള്ളതാണ്. ശബരിമലയിലെയും ഗുരുവായൂർ അമ്പലത്തിലെയൊക്കെ വരുമാനം അത് ഗവൺമെന്റ് അടിച്ചെടുക്കുന്നു എന്നുള്ളത്. കൃത്യമായിട്ട് ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഹൈക്കോടതിയാണ് നടക്കുന്നത്. അവിടെ നിന്ന് 1 രൂപ പോലും എടുക്കുന്നില്ല. പകരം നമ്മുടെ ഖജനാവിൽ നിന്നുള്ള സമ്പത്ത് അമ്പലത്തിന്റെ പല വികസന പ്രവർത്തനങ്ങൾക്ക് കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം എന്തുകൊണ്ട് ആരും പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകളുടെ പ്രശ്നമാണ് ഹിന്ദുക്കൾക്കെതിരെ ഞാൻ ഭയങ്കര വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹിന്ദുക്കൾക്കെതിരെ, ഈ BJPക്കെതിരെ വീഡിയോ ചെയ്യുന്നതിന് എങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ ആവുന്നത്? RSSനെതിരെ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ ആവുന്നത്? ഈ RSSും BJP ഒക്കെ ഹിന്ദുക്കളെ വളർത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നമ്മൾ വളർത്താനും ഉറക്കാനും ഇവരെന്തിനാ വരുന്നേ? നമുക്കറിയാമല്ലോ, ഉണരാനും ഉറങ്ങാനും അന്ന് ചെരിഞ്ഞു കിടക്കാനൊക്കെ നമുക്കറിയാം. ഇവര് വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം 2014 മുൻപ് വരെ ഉണ്ടായിട്ടുണ്ടായിരുന്ന? ഇല്ല. ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? BJP ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ചതിയിലൂടെ പിടിച്ചെടുത്തപ്പോ. എന്താണ് ചതി എന്ന് എല്ലാവർക്കും അറിയില്ല. വാഗ്ദാനങ്ങൾ തന്നെയാണ് ആ ചതി. പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അതും വെച്ചുകൊണ്ട് അധികാരത്തിലേറി പിറ്റേ ദിവസം മുതൽ കാണാൻ തുടങ്ങുന്നതാണ് ഈ വർഗീയത. എത്ര കാലമായി കണ്ടോണ്ടിരിക്കുന്നത്? ശശികലയെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെ ഹിന്ദുക്കൾക്കെതിരാവുന്നത്? എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഒരേപോലെ ഇഷ്ടമാണെന്നുള്ളതാണ്. പക്ഷെ BJP ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇവരിനി എത്ര നന്മ ചെയ്തെന്ന് പറഞ്ഞാലും ഒന്ന് പുനഃപരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതെന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇവരുടെ പിന്നാലെ നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൂ, ഈ ശശികലയെ പോലെയുള്ള ആളുകളെ അടക്കിയിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. VD സതീശനെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഇതാ മിനിഞ്ഞാന്ന് പറഞ്ഞതും കൂടി കേൾക്കാം. അല്ല, BJPയുടെ പരിപാടി എന്താണ്? വിദ്വേഷ പ്രചരണമാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രചരണം നമ്മളെ ഭിന്നിപ്പിക്കാനാണ്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്? നിങ്ങൾ എത്ര ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മൈക്ക് വയ്ക്കുമ്പോഴുള്ള ഒരു തള്ളലല്ലാതെ ഭയങ്കര സ്നേഹബന്ധവും ഹൃദയബന്ധവും നിങ്ങൾ തമ്മിലില്ലേ? വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ. അതിലൊരു ഭിന്നിപ്പുണ്ടായാലും ഒന്ന് സങ്കല്പിച്ച് നോക്ക്. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതൊന്നും സമ്മതിക്കില്ല കേരളത്തിൽ. നമ്മൾ പറയില്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഈ രാജ്യത്തോടുള്ള കേരളത്തിന്റെ പ്രഖ്യാപനമാണ്. ഞങ്ങളുടേത് മതേതര കേരളമാണെന്ന്. അതേപോലെ ഒരു പോറൽ വീഴ്ത്താൻ സമ്മതിക്കില്ല. മതേതര രാജ്യം മതേതരത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിന് ചെറുതായിട്ട് BJP ഒന്ന് മാറ്റി നിർത്തേണ്ടി വരും. കാരണം അവർ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാലോ എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ സംഘടനയാണ്. അവർ UDFുമായി ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ആ രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. അത് അവർ ചെയ്യട്ടെ. പിന്നെ VD സതീശന് ഒരു മൃദുവായിട്ടുള്ള ഒരു സമീപനം എല്ലാവരോടും ഉണ്ട് എന്നുള്ളതാണ്. ജനാധിപത്യ രാജ്യമല്ലേ, BJP സമരം ചെയ്യട്ടെ, അതിനിപ്പോ എന്താ? ആ ഒരു രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ BJPയോട് എന്തായാലും പിണറായിയുടെ ആ ഒരു സമീപനമാണ് എടുക്കേണ്ടത്. കുറച്ച് ഗൗരവം വേണം BJPയുടെ കാര്യത്തിലാവുമ്പോൾ. മറ്റുള്ള വിഷയത്തിലെ പോലെ അല്ല. അവരുടെ എങ്ങനെയെങ്കിലും പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടില്ലല്ലോ. ശശികലയൊക്കെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് കുത്തിപ്പൊക്കാൻ കഴിയും. അവർക്ക് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെ എങ്ങനെ കാണുന്നത് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. യൂട്യൂബിൽ അടിച്ചു നോക്കി ഇന്നും ഉണ്ട്. അവര് പറഞ്ഞ പല കാര്യങ്ങളും ഇന്നും അവിടെ കിടക്കുന്നുണ്ട്. അത് എടുത്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ഒരു പ്രയാസമില്ല. എന്തായാലും VD സതീശൻ ഇത്തരം വിഷം തുളുമ്പുന്ന ആളുകളെ അകറ്റി നിർത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ.
അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വി.ഡി. സതീശന്റെ വാക്കുകളൊക്കെ പാഴ്വാക്കായി പോകും. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്കറിയാം. ജനാധിപത്യ രാജ്യത്ത് മതേതരത്വം കാത്തു സൂക്ഷിക്കണം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.